വോട്ടധികാർ യാത്ര വലിയ വിജയമായി മാറുകയാണ്. ഇന്ന് പദയാത്രയോടുകൂടി യാത്ര അവസാനിക്കും. ഇപ്പോൾ പട്നയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. വലിയ വിജയമായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അത് ഏറ്റുകൊണ്ടുള്ള വോട്ടധികാർ യാത്ര. വലിയ ജനപിന്തുണ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അങ്ങുകൂടി എത്തിയിരിക്കുകയാണ് പട്നയിൽ. തീർച്ചയായും രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടധികാർ യാത്ര ഒരു ചരിത്ര വിജയം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും ബീഹാറിൽ കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു ഉയർത്തെഴുന്നേൽപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. കോൺഗ്രസ് ബീഹാറിൽ വളരെ അതിൻ്റെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ കോൺഗ്രസ് ഇവിടെ ഉണർന്നിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ശക്തി ഒട്ടും ക്ഷയിച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പതിനായിരക്കണക്കിന് ആളുകൾ കോൺഗ്രസിൻ്റെ പതാക പിടിച്ച്, അതിൽ കൂടുതലും ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയോടൊപ്പം അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിലുണ്ടാകാൻ പോകുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയാണ് വോട്ടധികാർ യാത്രയിലൂടെ പ്രകടമാകുന്നത്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ, അതുപോലെ തൊഴിലാളികൾ, ദളിത് വിഭാഗങ്ങൾ, പിന്നോക്ക വിഭാഗങ്ങളൊക്കെ തന്നെ കോൺഗ്രസിനോടൊപ്പം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ ബ്ലോക്കിനോടൊപ്പം അണിചേരുന്നു എന്നതിൻ്റെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുക. ഇന്നലെ തന്നെ പവൻ ഖേര പറയുകയുണ്ടായി 89 ലക്ഷം പരാതികൾ കോൺഗ്രസ് നൽകിയിരുന്നു, പക്ഷേ അതൊന്നും നൽകിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. ഇതിനോടകം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പോലും പരിശോധിക്കാൻ അവർ തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന ക്രമക്കേടുകൾ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകുന്ന വീഴ്ചകൾ മൂടിവെക്കാൻ വേണ്ടി അവർ നിരന്തരം കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം 65 ലക്ഷം വോട്ടർമാരെയാണ് SIR പുറത്താക്കിയത്. അത് ഏതാണ്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായ തെളിവുകൾ സഹിതം ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കാനോ ആ തെറ്റുകൾ തിരുത്താനോ അവർക്ക് പറ്റിയ വീഴ്ചകൾ തിരുത്താനോ അവർ തയ്യാറാകാതെ ആർക്കോ വേണ്ടി ആർക്കോ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ സംസാരിക്കുന്നു എന്നതുപോലെയാണ്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ തെളിവുകൾ സഹിതം ഈ SIR സംബന്ധിച്ചും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബാംഗ്ലൂർ സൗത്ത് ലോക്സഭയിൽ നടന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് നൽകിയിട്ടും അത് പരിശോധിക്കുന്നതിന് പകരം പരാതി പറഞ്ഞ തെളിവുകൾ പറഞ്ഞ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുകയും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചത്. അതിൻ്റെ അർത്ഥം ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷ നിലപാട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കൂടി അടുത്തൊരു പശ്ചാത്തലമുണ്ട്. ഇത് കോൺഗ്രസിനൊരു വലിയ ആത്മവിശ്വാസം കൂടി നൽകുന്നതാണല്ലോ ഈ യാത്രയ്ക്ക് കിട്ടിയ ജനപിന്തുണ. തീർച്ചയായിട്ടും. കാരണം ബീഹാറിലെ ജനങ്ങളാകെ അസംതൃപ്തിയിലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബീഹാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന JDU നിതീഷ് കുമാർ BJP സഖ്യം സാധാരണക്കാരെ മറന്ന, പാവപ്പെട്ടവരെ മറന്ന, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളെല്ലാം പൂർണ്ണമായി മറന്നുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളാകെ അസംതൃപ്തരാണ്. ഭരണവിരുദ്ധ വികാരവും ഈ വോട്ടധികാർ യാത്രയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് സവിശേഷമായ പ്രത്യേകത. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിക്കുമെന്നുള്ളതാണ് ബീഹാർ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് സാഹചര്യത്തിലും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന വൻപിച്ച ജനപിന്തുണ. തീർച്ചയായും അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിനോടകം തന്നെ വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ ജനപിന്തുണ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം തന്നെയാണ് ബീഹാറിൽ നൽകുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ബീഹാർ പിടിക്കുമെന്നുള്ളത് തന്നെയാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24.